ശരീരത്തിലുണ്ടാകുന്ന മറുകുകൾ പൊതുവെ അഭിവൃദ്ധികരമായ അനുഭവങ്ങളാണ് നൽകുന്നത്. ചിലത് ക്ലേശങ്ങളും നൽകും. നമ്മളുടെ കയ്യിൽ ഒരു കരിമ്പുള്ളി വന്നാൽ ഏതോ ഗുണം വരുന്നു എന്ന് നമ്മൾ പറയും. ലക്ഷണശാസ്ത്രം എന്നത് ജ്യോതിഷത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. സാമുദ്രിക ശാസ്ത്രം എന്ന് പറയും. ലക്ഷണശാസ്ത്രത്തിൽ മനുഷ്യജീവിതത്തിലെ വിജയപരാജയങ്ങൾ പ്രതിപാദിക്കുന്നു. ശരീരാവയവങ്ങളിലെ രൂപവ്യത്യാസം കൊണ്ടാണ് ഇതിൽ ഫലം പറയുന്നത്. പൂർവ്വകാലത്ത് ഈ ജാതകം ഇല്ലാതെ തന്നെ ആളുകളെ കണ്ട് അവരുടെ മുഖവും അതുപോലെ തന്നെ മറ്റ് ശാരീരിക പ്രത്യേകതകളൊക്കെ നോക്കിയിട്ട് ജനനം മുതൽ മരണം വരെയുള്ള ഫലങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ പ്രധാനമായിട്ടും മുഖലക്ഷണം കണ്ടിട്ടാണ്. മുഖത്ത് പഞ്ചഭൂതങ്ങൾ കുടികൊള്ളുന്നു എന്ന് വെച്ചാൽ ഈ കണ്ണ്, മൂക്ക്, ചെവി, വായ് ഇവയുടെ രൂപവ്യത്യാസം കൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങൾ അറിയാൻ പറ്റും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വ്യക്തിയുടെ പുരികങ്ങൾ നല്ലതല്ലാതെ വന്നാൽ അയാളുടെ ചൊവ്വ എന്ന ഗ്രഹം ബലമില്ലാത്ത അവസ്ഥയിലായിരിക്കും. അതായത് ചൊവ്വ നീചമായ അവസ്ഥ. ഈ ചൊവ്വ നീചമായിരുന്നാൽ ഒരു അവസ്ഥയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ധൈര്യം കുറവായിരിക്കും. കാരണം ഈ ധൈര്യത്തിൻ്റെ വിഭാഗം എന്ന് വെച്ചാൽ ചൊവ്വയ്ക്കാണ്. അതുപോലെ സംരക്ഷണം എന്ന കാര്യവും ഈ ചൊവ്വയുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഈ പോലീസിലോ പട്ടാളത്തിലോ ഒക്കെ ജോലി ചെയ്യുന്നവർ അവരുടെയൊക്കെ ഒരു ജീവിത രീതി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് അസാധ്യമായ ധൈര്യമായിരിക്കും. അതാണ് ഈ വലിയ വലിയ ആയുധങ്ങളൊക്കെ ആയിട്ട് ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളോട് ഒരു ഭയവുമില്ലാതെ പൊരുതി അവരെ നിഷ്ക്രിയമാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തം ജീവൻ അവർ ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കില്ല. ആ രീതിയിൽ അവർക്ക് മറ്റുള്ളവരോട് പൊരുതാൻ കഴിയുകയും മറ്റുള്ളവരെ സംരക്ഷിക്കാൻ കഴിയുകയും ചെയ്യും. അതാണ് ചൊവ്വ ബലവാനായിരുന്നാലുള്ള പ്രത്യേകത. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഇവർക്ക് വലിയ മീശ ഉണ്ടായിരിക്കും. എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ഭയക്കുന്ന വിധത്തിലുള്ള മീശയൊക്കെ ഉണ്ടായിരിക്കും. ഈ പുരികത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ മീശയും. ഈ ജാതകത്തിൽ ചൊവ്വയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബലമില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ പുരികം, മീശ ഇവയൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി മറ്റൊരു രസകരമായ കാര്യം എന്തെന്നാൽ ഈ ചൊവ്വയുടെ കൂടെ ഒരു ഗുളികനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാപഗ്രഹമോ ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വളരുന്ന മീശ വടിച്ച് മുഖം എപ്പോഴും ക്ലീനാക്കി വയ്ക്കുന്ന പുരുഷന്മാരെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് അസാധാരണമായ രോമവളർച്ചയുണ്ടെങ്കിൽ ഉറപ്പായും അവരുടെ ജാതകത്തിൽ ചൊവ്വ ബലവാനായിരിക്കും. അവർ പുരുഷന്മാരെക്കാളും ധൈര്യശാലികളായിരിക്കും. അതുകൊണ്ടാണ് ഇത് വീര്യത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ കണ്ണ്, കാത്, ചുണ്ട് ഇവകളുടെ ലക്ഷണം വെച്ച് നമുക്ക് വീരത്വം പറയാം. അതാണ് ഈ രൂപത്തെ കൊണ്ട് പല വിഷയങ്ങളെയും പറയാമെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ കളിമണ്ണ് കൊണ്ട് നമുക്ക് പൂച്ചട്ടിയും ഉണ്ടാക്കാം, വെള്ളം ശേഖരിക്കുന്ന കൂജയും ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ രൂപം വെച്ചുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഉപയോഗം അറിയാം. എന്നതുപോലെ തന്നെയാണ് മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ രൂപം ഒക്കെ വച്ചിട്ട് അവരുടെ സ്വഭാവ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് പറയാൻ കഴിയുമെന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അങ്ങിങ്ങായിട്ട് ഈ കറുത്ത പുള്ളികളുണ്ടാകുമല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് ഫലം പറയാൻ പറ്റും. അതിൽ ഈ പൊതുവായി പറഞ്ഞാൽ ശരീരത്തിൻ്റെ വലത് ഭാഗത്ത് സ്ത്രീകൾക്കും ഇടത് ഭാഗത്ത് പുരുഷന്മാർക്കും കറുത്ത പുള്ളിയുണ്ടെങ്കിൽ അത് ഐശ്വര്യപ്രദമെന്ന് പറയാം. അതായത് ഈ സ്ത്രീകൾക്ക് ഇടതുവശം കാണുന്ന മറുകുകൾ അത്ര നല്ലതല്ലെന്നും പുരുഷന്മാർക്ക് വലതുവശം കാണുന്ന മറുകുകൾ അത്ര നല്ലതല്ലെന്നും സാരം. മറുകുകളെപ്പറ്റി പൂർവ്വകാലം മുതൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ മറുകുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പൊതുവായിട്ടത് മറയില്ല എന്നുള്ളതാണ്. എപ്പോഴും അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരീരത്ത് കാണും. അതുകൊണ്ടാണ് അത് നമ്മുടെ സർട്ടിഫിക്കറ്റുകളിലൊക്കെ രേഖപ്പെടുത്തുന്നതും അത് ആധികാരിക രേഖയായിട്ട് സർക്കാരുകൾ തന്നെ അംഗീകരിച്ചിരിക്കുന്നതും.
എങ്കിലും ഈ ചില മറുകൾ വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറിപ്പോകും. അത് ഈ ദശകളുടെയും അപഹാരങ്ങളുടെയും ഒക്കെ ആ ഒരു ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. കയ്യിൽ ഒരു കറുത്ത പുള്ളി വരുന്നു എന്നിരിക്കട്ടെ, അപ്പോൾ നമ്മൾ വിചാരിക്കണം എന്തോ ഒരു നന്മ അഥവാ തിന്മ വരാൻ പോകുന്നു എന്ന്. സ്ത്രീകൾക്ക് നെറുകയിൽ കുങ്കുമം ചാർത്തുന്ന സ്ഥലത്ത് മറുകുണ്ടെങ്കിൽ അതിഭയങ്കരമായ ഗുണങ്ങൾ കിട്ടും. അതായത് വിവാഹത്തിന് ശേഷം മനോഹരമായ ജീവിതം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ മുഖത്തിൻ്റെ വലത് ഭാഗത്ത് മറുകുണ്ടെങ്കിൽ ഏത് കഷ്ടകാലത്തെയും അതിജീവിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടെന്ന് പറയണം. അതുപോലെ തന്നെ ചുണ്ടിൽ മറുകുണ്ടെങ്കിൽ അവർക്കിതുപോലെ ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ കഴിയും എന്ന് ചിന്തിക്കണം. ചെവിയിലാണ് മറുകുള്ളതെങ്കിലും വളരെ നന്മയായിട്ടാണ് കാണുന്നത്. അപ്പോൾ പൊതുവായിട്ട് ഈ മറഞ്ഞ ഭാഗത്ത് മറുകുണ്ടെങ്കിൽ അത് വളരെ മേന്മയാണ്. ചിലർക്ക് തലയിൽ മുടിക്കുള്ളിൽ മറുകുണ്ടാകും. അത് നമുക്ക് തലമുണ്ടനം ചെയ്യുമ്പോഴേ അറിയാൻ പറ്റും. അത് മറഞ്ഞിരിക്കുന്ന മറുകിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താം. അതുപോലെ ഈ മുതുകിലുള്ള മറുകും ആ വ്യക്തിക്ക് വളരെ മേന്മ നൽകുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കാലിൽ മറുകുണ്ടെങ്കിലും അവർക്ക് ദൈവാനുഗ്രഹം വളരെ കൂടുതൽ ആയിരിക്കുമെന്ന് പറയണം. അവർക്ക് മനോഹരമായ സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിക്കാനും അതുപോലെ തന്നെ ഉല്ലാസയാത്രകളൊക്കെ പോകാനുമുള്ള ഭാഗ്യം കിട്ടും. ഈ മറുക് തന്നെ ചുവന്ന നിറത്തിൽ കറുത്ത നിറത്തിലും ഉണ്ട്. ചുവന്ന മറുകാണെങ്കിൽ അത് ചൊവ്വ ഗ്രഹത്തെയും കറുത്ത മറുകാണെങ്കിൽ ശനി ഗ്രഹത്തെയും പ്രതിനിധീകരിക്കുന്നു. ജാതകത്തിൽ ഈ ശനി ചൊവ്വ ഇവർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഈ മറുകൾ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ ജാതകത്തിൽ വയറ് ഭാഗം എന്നത് 6ാം ഭാവമാണ്. അപ്പോൾ ഈ വയറിൽ ഈ മറുക് കാണപ്പെട്ടാൽ 6ൽ ചൊവ്വയോ ശനിയോ ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു വ്യക്തിയുടെ തോളിൽ ചുവന്ന മറുകുണ്ടെങ്കിൽ ഏത് കാര്യത്തിലും വിജയം കൈവരിക്കും അയാൾ. കാരണം 3ൽ ചൊവ്വയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ധൈര്യശാലിയും ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലോ ഈ തോളും ഇളയ സഹോദരങ്ങളും ഒന്നാണെന്ന്. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും കാരകൻ ചൊവ്വയാണ്. അതുപോലെ തന്നെ ഈ വീരപുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് തോൾ ഭാഗമാണ്. ഈ ജാതകത്തിൽ 3ാം ഭാവമാണ് നമ്മുടെ ധൈര്യവും വീര്യവും ഒക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് ഈ 3ാമിടത്ത് ചൊവ്വയുണ്ടെങ്കിൽ അല്ലെങ്കിൽ തോളിൽ മറുകുണ്ടെങ്കിൽ ജീവിതത്തിൽ അവർക്ക് നല്ല വിജയവും അതുപോലെ തന്നെ അവർ നല്ല ധൈര്യശാലികളുമായിരിക്കുമെന്ന് പറയുന്നത്. ഇനി ഈ നാക്കിൽ മറുകുള്ളവരുണ്ട്. അവരിൽ നിന്ന് ഈ വഴക്കോ പ്രാക്കോ ഏൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് കറുപ്പ് നിറമുള്ളതാണെങ്കിൽ അത് ശനിയുടെ ബന്ധമുള്ളതാകും. ഈ വാക്കെന്ന് പറയുന്നത് അല്ലെങ്കിൽ നാക്കെന്ന് പറയുന്നത് 2ാം ഭാവമാണ് ജാതകത്തിൽ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഫലിക്കും. അവരെന്ത് പറഞ്ഞാലും അത് നടക്കും. അതിനാൽ അവരുടെ നാവിൽ നിന്നും ശാപം വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ചിലരുടെ നാക്കിൽ കറുപ്പ് കാണും. അപ്പോൾ അങ്ങനെയുള്ള രീതിയെ നമ്മൾ കരിനാക്കെന്ന് പറയും. ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നാൽ ഇവരെന്ത് പറഞ്ഞാലും അത് ദോഷമായിട്ട് തന്നെ ഭവിക്കും. ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് അതൊരു വരദാനമാണ്. പക്ഷേ ഇത് അനുഭവിക്കുന്നവർ അതിഭയങ്കരമായ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും. ചിലർക്ക് കൺപീലികളിൽ മറുകുണ്ടാകും. അവരൊക്കെയാണെങ്കിൽ അതിഭയങ്കരമായ ഭാഗ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ ധനം വരും. ചിലർക്ക് ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ ഈ നറുക്കെടുപ്പിൽ ഭാഗ്യം കിട്ടും, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെയുള്ള ധനഭാഗ്യം ഉണ്ടാകും. അതുപോലെ ഈ തുടയിൽ മറുകുണ്ടെങ്കിൽ അവരുടെ സഹോദരങ്ങൾ നന്നായിട്ട് രക്ഷപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൈവിരലുകൾ മറുകുണ്ടെങ്കിലും നമുക്ക് നല്ല ഫലങ്ങളാണ് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ കൈകളിൽ മറുകുണ്ടെങ്കിലും അല്ലെങ്കിൽ വിരലുകളിൽ മറുകുണ്ടെങ്കിലും ഒക്കെ നല്ല ഫലമാണ്. ഇപ്പോൾ തള്ളവിരലിലാണ് മറുകുള്ളതെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ ആജ്ഞാപിക്കാനുള്ളൊരു ശക്തി കിട്ടും. അവരുടെ കൽപ്പന കേട്ട് ജോലി ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. അതുപോലെ ഉയർന്ന പദവിയിലേക്കൊക്കെ പോകാനുള്ള ഒരു യോഗവും അവർക്കുണ്ടാകും. ഇപ്പോൾ ജീവിതത്തിൽ വളരെ പാവപ്പെട്ടവനായി ജനിച്ചാലും ഈ രീതിയിലുള്ളവരാണെങ്കിൽ ജീവിതത്തിൽ അവർക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ ഈ പൊതുവെ 2 തരത്തിലുള്ള മറുകുകളാണ് ഉള്ളതെങ്കിലും ഈ കറുത്ത മറുകുകളാണ് ഐശ്വര്യപ്രദം. ചുവപ്പ് ഐശ്വര്യം കൊടുക്കുമെങ്കിലും ചില പ്രശ്നങ്ങളും കൂടി അതിൻ്റെ കൂടെ കൊടുക്കും.
ഇനി വന്നു പോകുന്ന മറുകളെക്കുറിച്ച് പറഞ്ഞല്ലോ. അതായത് കാൽപാദത്തിലാണ് അങ്ങനെ മറുക് വന്നാൽ അവർക്കെന്തോ ദോഷകരമായ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതുപോലെ തന്നെ നമ്മുടെ ഈ മറുകളുടെ സ്ഥാനം കൊണ്ട് ഗുണങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ പൂർവ്വജന്മ സുഹൃത ദുഷ്കൃതങ്ങളും അറിയാം.